സംരക്ഷണം ഒരുക്കേണ്ട സുരക്ഷ നൽകേണ്ട പോലീസുകാർ തന്നെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഒരു വാർത്ത വിദ്യാർത്ഥിനിയെ ഫോണിൽ വിളിച്ച് ASI അശ്ലീലം പറഞ്ഞു എന്നാണ്. തിരുവനന്തപുരത്ത് കഠിനംകുളം സ്റ്റേഷനിലെ ASI KP നസീമാണ് സയൻസ് ഫെസ്റ്റിവൽ ഡ്യൂട്ടിക്കിടെ വോളണ്ടിയറായ പെൺകുട്ടിയോട് ഇത്തരത്തിൽ അശ്ലീലം പറഞ്ഞത് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മറ്റുള്ള വോളണ്ടിയർമാരോടൊപ്പം ഈ പെൺകുട്ടി ഇങ്ങനെ പ്രതികരിച്ചതിനെ അശ്ലീലം പറഞ്ഞതിനെ ചോദ്യം ചെയ്യാൻ എത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. തിങ്കളാഴ്ച രാത്രി 9 മണിക്കാണ് സംഭവം. ശരിക്കും അവിടെ വോളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കാനാണ് പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നത്. അവർ തന്നെ ഇത്തരത്തിൽ വേലി തന്നെ വിളവ് തെല്ലുക എന്നുള്ള മട്ടിലുള്ള കാര്യങ്ങൾ ചെയ്താലോ? എല്ലാ പോലീസുകാരും ഒരുപോലെയാണ് എന്ന് പറയുന്നില്ല. നല്ല പോലീസുകാരുണ്ട്. പെൺകുട്ടികൾക്ക് നല്ല സുരക്ഷയും രാത്രി സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് വേണ്ട സെക്യൂരിറ്റിയും ഒക്കെ കൊടുക്കുന്ന ഒരുപാട് നല്ല പോലീസുകാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ ഒരു സേനയെ മുഴുവൻ പേരുദോഷം ഉണ്ടാക്കാൻ കാരണമാവുകയാണ്. നേരത്തെ പാങ്ങോട് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നപ്പോഴും ഇയാൾ ഇതുപോലെയുള്ള ഒരു സംഭവത്തിൽ നടപടി നേരിടേണ്ടി വന്നിരുന്നു. കൊല്ലത്തായിരുന്നു ഇയാൾ. നസീമിനെ ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതെന്നാണ് അറിയുന്നത്. വിഷയത്തിൽ ഫെസ്റ്റിവൽ അധികൃതർ പോലീസിൽ പരാതി സമർപ്പിക്കാനിരിക്കുകയാണ്. സയൻസ് ഫെസ്റ്റിവലിൽ വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 10, 15, 17 വയസ്സുള്ള ചെറിയ പെൺകുട്ടികളായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സുരക്ഷ നൽകാൻ വിളിക്കണമെന്ന് പറഞ്ഞാണ് അത്രേ ഇയാൾ പെൺകുട്ടികൾക്ക് നമ്പർ നൽകുക. ഈ നമ്പർ നൽകിയാൽ അതിനുശേഷം രാത്രിയിൽ ഇയാൾ വീഡിയോ കോൾ വിളിക്കും. അങ്ങനെ വീഡിയോ കോളിലൂടെ ഈ പെൺകുട്ടികളെ തുടർച്ചയായി ശല്യപ്പെടുത്താൻ ആരംഭിച്ചതോടെയാണ് ഈ പെൺകുട്ടി കോൾ കട്ട് ചെയ്തതും. ഇങ്ങനെ കോളുകൾ നിരന്തരമായതോടെ എന്തിനാണ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാൻ മറ്റുള്ള വോളണ്ടിയർമാരെയും ഒക്കെ കൂട്ടി ഈ പെൺകുട്ടി എത്തിയതും അപ്പോൾ ഇയാൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി. പിന്നെ പ്രശ്നമാകുമെന്ന് കണ്ടതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. പരാതിയുമായി എത്തുന്ന സ്ത്രീകളുടെ ഫോണിലേക്ക് രാത്രിയിൽ മദ്യപിച്ച് വീഡിയോ കോൾ ചെയ്യുന്നത് ഇയാൾക്കൊരു സ്ഥിരം പരിപാടിയാണ് എന്നതാണ് ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുന്ന മറ്റൊരു ആരോപണം. എന്നാൽ പലരും വിഷയത്തിൽ പരാതിപ്പെടാറില്ല. നാണക്കേട് ഭയന്ന് പലരും പരാതിപ്പെടാറില്ല. എന്നാൽ ഇന്നത്തെ കുട്ടികൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ പുതുതലമുറയിൽപ്പെട്ട കുട്ടികൾ അവർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നവർ തന്നെയാണ്. അവരാരും ചൂളി നിൽക്കുന്ന കുട്ടികളല്ല. ഒരു കാലഘട്ടം വരെ, ഒരു കുറച്ചു നാൾ മുമ്പ് വരെ പലയിടത്തും പ്രതികരിക്കാൻ മടിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ആ ഒരു ജനസിൽപ്പെട്ടവരാണ്. ഒറ്റയ്ക്കല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവരെങ്കിലും വിളിച്ചുകൊണ്ടുവന്ന് ഇതുപോലെ ശക്തമായി പ്രതികരിക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളാണ്, ചെറിയ പിള്ളേരാണ്, ചീള് പിള്ളേരാണ് എന്ന് കരുതി അവരോടൊന്നും കളിക്കാൻ നിൽക്കരുത് എന്നാണ് ഇത്തരക്കാരായ പോലീസുകാരോട് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക്, അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ സുരക്ഷ ഒരുക്കാനാണ് നിൽക്കുന്നതെങ്കിൽ ആ ഡ്യൂട്ടി ചെയ്യുക. അല്ലാതെ അവരുടെ ഫോൺ നമ്പർ വാങ്ങി അവരോട് മോശമായി രാത്രി നേരങ്ങളിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ശരിയായ ഒരു നടപടിയല്ല. എന്തായാലും ഇതിന് തേച്ചുമാച്ച് കളയാതെ ഇത്തരക്കാരായ പോലീസുകാർക്ക് നേരെ ശക്തമായ നടപടിയെടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള തുടർ സംഭവങ്ങൾ സേനയിൽ ഉണ്ടാകാതിരിക്കൂ എന്ന അഭിപ്രായവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. എന്തായാലും അതിനനുസരിച്ച് പോലീസുകാർ നടപടിയെടുക്കും. ഇദ്ദേഹത്തിന്റെ അധികാരികൾ നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നടപടി എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നല്ല ശക്തമായ രീതിയിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഫെസ്റ്റിവൽ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്, നമ്മുടെ സർക്കാർ സംബന്ധമായ പരിപാടികൾക്ക് വരുന്ന കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും സുരക്ഷ ഒരുക്കുക എന്നത് പരമപ്രധാനമായ സംഗതിയാണ്. അതിനാരെങ്കിലും ഘാതമായി നിന്നാൽ അവരെ യാതൊരു സംശയവും കൂടാതെ എടുത്തു കളയുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് കർമാനസ്.